പല കഥകളിലും നോവലുകളിലും ഒക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാരണം ഭഗവാൻ കൃഷ്ണൻ ശിവപൂജ നടത്തിയവനാണ്, ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മപുരീശ്വരം എന്ന ക്ഷേത്രമുള്ളത്. ഭഗവാൻ കൃഷ്ണനാൽ പൂജിക്കപ്പെട്ട മൂർത്തിയാണ് തമിഴ്നാട്ടിൽ ശീർകാഴി എന്നതായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ. ഹാലാസ്യ വിഷം കുടിച്ച് ത്യാഗമനുഷ്ഠിച്ചവനായതുകൊണ്ടാണ് തിരുവാരൂരിൽ സാക്ഷാൽ ഭഗവാനെ ത്യാഗരാജൻ എന്ന് വിളിക്കുക. ലോകത്തുള്ള എല്ലാ സൗന്ദര്യങ്ങളുടെയും മൂർത്തിമത് ഭാവമായതുകൊണ്ടാണ് മധുരയിൽ ഇരിക്കുന്ന സാക്ഷാൽ രുദ്രനെ സുന്ദരേശ്വര എന്ന് ലോകം വിളിച്ചത്. അതുകൊണ്ട് ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ, എല്ലാത്തിൻ്റെയും അധിപതി, അങ്ങനെയുള്ള സർവേശ്വരനെ സ്തുതിക്കുക. ഏത് അറ്റം വരെ പോയാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അവന്റെ തിരുനെറ്റിയില് വെണ്ണീറാകാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഹിന്ദുക്കളുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുക. ഒടുക്കം കാശി എന്നതായിരിക്കുന്ന ഏറ്റവും ആപ്തവാക്യ അല്ലെ ഏറ്റവും വലിയ പ്രമാണമായിരിക്കുന്ന മന്ത്രത്തെ അല്ലെ സങ്കല്പത്തെ നമ്മുടെ പൂർവികർ നമുക്ക് തന്നതും അതുകൊണ്ട് തന്നെ. അഗ്നിയിലേക്ക് എന്ത് പോയാലും ശുദ്ധീകരിച്ചു തരും. അത് തന്നെയാണ് ശിവനും. ശിവനാണ് അഗ്നി, ശിവനിൽ അടങ്ങാത്തതല്ല അഗ്നി. ശിവൻ തന്നെ അഗ്നി ആയതുകൊണ്ട് തന്നെ അവനെ അരുണാചലേശ്വര എന്ന് വിളിച്ചു. രാമനാൽ പൂജിക്കപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു രാമേശ്വര എന്ന് വിളിച്ചു. സമസ്ത ദേവന്മാരാലും പൂജിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാദേവനാകുന്നു. അങ്ങനെയുള്ള മഹാദേവൻ നമ്മുടെ കൂടെ ഇല്ലാതെ ഇരിക്കുമോ? നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ അഥവാ ശ്രീ കൈലാസത്തിൽ ജഗദീശ്വരനായിരിക്കുന്ന ശങ്കരൻ നമ്മളോടൊപ്പം. ശങ്കരന്റെ പാദത്തിൽ അനന്തഭക്തി ഉണ്ടാവട്ടെ, അചഞ്ചലമായിരിക്കുന്ന ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ.